പ്രിയപ്പെട്ടവരെ, ചാമ്പയ്ക്ക റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമസ്കാരം. ഇതാ ചാമ്പയ്ക്ക ഉണ്ടോ, ചാമ്പയ്ക്ക. ഈ ചാമ്പയ്ക്ക കൊണ്ടൊരു അടിപൊളി ഒരു വിഭവം ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. ലൈവ് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ചിലരാരും കഴിക്കാറില്ല ഇത് മൊത്തം പുളിയാന്ന് പറഞ്ഞ്. ഇവിടെ ചാമ്പയ്ക്ക, ചിലയിടത്ത് ചാമ്പയ്ക്ക അങ്ങനെ പല പേരിൽ അറിയപ്പെടും. പക്ഷെങ്കിൽ ഇത് കിഡിലൊരു സാധനം കേട്ടോ. നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഐറ്റം ഇപ്പോൾ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോണേ, നോക്കിക്കോ. നമ്മുടെ ചാമ്പയ്ക്ക എല്ലാം വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതാണെങ്കിലേ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടേ അതിലേക്ക് കുറച്ച് വെള്ളവും ശക്കല ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. ഒരു 3 മിനിറ്റ് ചെറുതായിട്ട് തിള വരുന്ന സമയമാകുമ്പോൾ ഇത് വാങ്ങി ഒഴിച്ച് വെള്ളം അങ്ങ് മാറ്റി വെക്കണം. അപ്പോൾ ഒരുപാടിട്ട് അങ്ങ് തിളപ്പിക്കരുതേ. ഇത് കണ്ടോ, ഇതൊന്ന് തിളയായിട്ട് ഇങ്ങനെ വരുമ്പോഴേ ഇതങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ഇതങ്ങ് മാറ്റി വെക്കണം. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളകുണ്ട്. ശക്കലം കറിവേപ്പിലയുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പോകണമെന്ന് ഇപ്പം കാണിച്ചു തരാമേ. ചെറിയൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടേ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് ആ നല്ലെണ്ണ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുകും ശക്കല ഉലുവയും കൂടി ഇട്ടിട്ട് ഈ സവാള അത് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് അതൊന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ മുളകും കറിവേപ്പിലയും ഇട്ട് അന്ന് മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ലേശം നമ്മുടെ പിരിയംപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം കായ ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചാമ്പയ്ക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കുക, അതാ നോക്കിക്കോ. ഇത് ഇങ്ങനെ ഇരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, വെക്കുക, പരീക്ഷിക്കുക, കഴിക്കുക. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ. അതുകൊണ്ട് ധൈര്യമായി ഇത് കഴിച്ചു നോക്കുക. അപ്പോൾ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.